ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, അല്ലു ആൻഡ് ആൽഫോ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാനിന്ന് നവര ഫ്രൈ ചെയ്യുന്ന എങ്ങനെയെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ നവര എന്നാണ് പറയുന്നത് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി വേണം, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കിയാണ് കേട്ടോ. ഈ ഫിഷിൻ്റെ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണ്ടേ, അതാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി എടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. നമ്മുടെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. 2 ടീസ്പൂൺ ഒഴിക്കണം വെളിച്ചെണ്ണ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ എടുത്തതിന് ശേഷം നല്ലവണ്ണം കുഴച്ച് പരുവപ്പെടുത്തിയെടുക്കുക. ഇത്രയും നവര മീനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇതിന് നവര എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് ഓരോന്നായിട്ടും എടുത്ത് ഞാൻ കുഴച്ച് വെച്ചില്ലേ ഈ അരപ്പ്, അതിന് ഞാനിങ്ങോട്ട് ഈ മീനിനെ എടുത്ത് വെച്ചിട്ട് അങ്ങ് പുരട്ടാണ് കേട്ടോ. ഫുൾ ഇതിനെ പുരട്ടിയെടുക്കണം. മീനിൻ്റെ 2 സൈഡിലും തലയിലും എല്ലായിടത്തും പുരട്ടി നമ്മൾ ഇതിനെ പൊതിഞ്ഞ് വയ്ക്കണം. ഈ അരപ്പ് കൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. എരി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ 5 മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ 2 മീൻ നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയൊക്കെ നോർമൽ സൈസാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പം എന്നിട്ട് പാൻ എടുത്തതിന് ശേഷം ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ മതിയാവും കേട്ടോ ഇത് പൊരിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇത് ഈ പാൻ ആയതുകൊണ്ട് തന്നെ ചീനച്ചട്ടിയിലല്ലല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്, ഈ പാനിൽ വെച്ചിട്ടല്ലേ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. എന്നിട്ട് 2 കറിവേപ്പില കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടുന്നത് സാധാരണ മണം കിട്ടും, പിന്നെ ഇത് ഫിഷ് അടിക്ക് പിടിക്കത്തില്ല. ഫ്രൈ ചെയ്യുന്നത് ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ വെച്ചാൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞു പോകും. പക്ഷേ ഈ കറിവേപ്പില ഇട്ടാൽ പൊടിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പാനിലായതുകൊണ്ട് തന്നെ നമുക്ക് പൊടിയത്തില്ല. അല്ലെങ്കിലും നമ്മൾ പാനിൽ വയ്ക്കുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ടില്ലെങ്കിലും പൊടിയത്തില്ല കേട്ടോ. ഇപ്പം നമുക്ക് കറിവേപ്പില ഇട്ടുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ, മണമൊക്കെ പിടിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ മസാലയും കൂടെ മിക്സ് ചെയ്യാം, അപ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. ചിക്കൻ മസാലയും കൂടെ ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ മണമായിരിക്കും. അപ്പോൾ ഇത് നല്ലവണ്ണം തിളക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ഇത് മീനിട്ടതിന് ശേഷം സിമ്മിലാക്കി വയ്ക്കണം, തീ കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ മറിച്ചിടുകയാണ് കേട്ടോ. തീ കുറച്ച് തന്നെ വയ്ക്കുക, കുറച്ച് വെച്ച് തന്നെ നമ്മൾ വേവിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇതാവുമ്പോൾ ഫുള്ള് അവിടെ ഇരുന്ന് വെന്ത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അരപ്പ് നമ്മുടെ മസാലക്കൂട്ടെല്ലാം അതിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും, കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണ പോലെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കെമിക്കലൊന്നും ചേർക്കാതെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ കൊച്ചിന് ഞാൻ കുറച്ച് കൊടുത്തു കേട്ടോ. അവൻ വായിൽ വെച്ച് കൊടുത്തിട്ട് വാങ്ങുന്നില്ല, അവൻ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കുകയാണ് ഫ്രണ്ട്സ്.
അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മീൻ ഫിഷ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അവൻ്റെ മുഖം കാണും പറഞ്ഞിടേ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ബൈ.